ഹലോ, ഇന്ന് നമുക്കൊരു ഓറഞ്ച് കേക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഓറഞ്ച് കേക്ക് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സൂപ്പർ യമ്മിയാണ്. പിന്നെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറിന് പ്ലം കേക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കേക്ക് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് ഈ ഓറഞ്ച് കേക്ക്. ഈ ഓറഞ്ച് കേക്ക് ഇല്ലേ, ഇതൊരു പൗണ്ട് കേക്ക് എന്ന് പറയുന്ന കേക്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. പൗണ്ട് കേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡെൻസ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ബേക്കറിയിൽ, നാട്ടിലെ ബേക്കറികളിലൊക്കെ ടീ കേക്ക് എന്ന് പറഞ്ഞ് കാണില്ലേ, അത് ഏകദേശം പൗണ്ട് കേക്ക് പോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പൗണ്ട് കേക്ക് എപ്പോഴും നമ്മൾ ഒരു ലോഫ് പാനിലോ അല്ലെങ്കിൽ ബൺ കേക്ക് പാനിലോ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സാധാരണ കേക്ക് പാൻ ആയാലും കുഴപ്പമൊന്നുമില്ല, ട്രഡീഷണലി അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാനിവിടെ 2 പേപ്പറിൻ്റെ ലോഫ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊന്ന് ബട്ടർ ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു ബൗളിലേക്ക് 2½ കപ്സ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്തു. ഇനി വേണ്ടത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതും എടുത്തു. പിന്നെ ഒരു 1/8 ടീസ്പൂൺ സോൾട്ട്. അപ്പോൾ ഇത്രയും കൂടി എടുത്തിട്ട് നമ്മളൊരു ബൗളിലിട്ട് നല്ലോണം ഒരു വിസ്ക് കൊണ്ട് നമ്മൾ വിസ്ക് ചെയ്യാണ്, അതായത് മിക്സ് ചെയ്യാണ്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മൈദയിലോ ബേക്കിംഗ് സോഡയിലോ സോൾട്ടിലോ ഏതെങ്കിലും ലംസ് കട്ട പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറാനും, പിന്നെ ബേക്കിംഗ് സോഡ മൈദയുടെ എല്ലാ ഭാഗത്തും എത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഓറഞ്ച് സെസ്റ്റ്, അതായത് ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഒന്നുകിൽ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പിച്ചാത്തി വെച്ച് ഓറഞ്ചിൻ്റെ തൊലി ആ വൈറ്റ് ഭാഗം ഇല്ലേ, അതില്ലാതെ ഓറഞ്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 1 ടേബിൾ സ്പൂൺ വേണം. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഷുഗർ പൗഡർ ചെയ്തെടുക്കാം. നമുക്ക് 1½ കപ്പ് ഷുഗറാണ് ഇതിന് വേണ്ടത്. ഈ 1½ കപ്പ് ഷുഗർ നമ്മളൊരു ബ്ലെൻഡറിലേക്ക് എടുത്തു. പ്ലസ് നമ്മൾ എടുത്ത ഓറഞ്ച് പീലില്ലേ, ആ ഓറഞ്ച് പീൽ ഈ ഷുഗറിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ചില ആൾക്കാർ കൈകൊണ്ട് ഇത് റബ്ബ് ചെയ്തെടുക്കാറുണ്ട്, ഓറഞ്ച് പീലും ഷുഗറുമായിട്ട്. അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാനാണ്. ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇനിയിപ്പം നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെക്കണം. നമുക്കൊരു 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. അപ്പം നമ്മൾ ഒരു 2-3 ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ അല്ലികളായിട്ട് എടുത്ത് ബ്ലെൻഡറിലിട്ട് അരിച്ചെടുക്കണം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഞാനൊരു 2 ഓറഞ്ച് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം 1 കപ്പ് കിട്ടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2-3 ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസ് എടുക്കുക. ജ്യൂസറിനകത്ത് എടുത്താലും മതി, ഇല്ലെങ്കിൽ നമ്മളൊരു ബ്ലെൻഡറിലിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് അരിച്ചെടുക്കുക. ഇപ്പോൾ കേക്കിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3 എഗ്സ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ ആൻഡ് ഓറഞ്ച് പീൽ മിക്സ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് ഇത് നല്ലോണം ഒരു ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇല്ല, ഹാൻഡ് ബ്ലെൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വിസ്കില്ലേ, വിസ്ക് കൊണ്ട് നല്ലോണം വിപ്പ് ചെയ്ത് അങ്ങനെ ചെയ്താലും മതി. ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഷുഗർ നല്ലവണ്ണം ഡിസോൾവ് ആകണം ഈ എഗ്ഗിനകത്ത്, അതാണ് വേണ്ടത്. ഈ മിക്സ് ഒരു 4-5 മിനിറ്റ്സ് നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ മിക്സിൻ്റെ കളർ മാറിയിട്ട് ഒരു പെയിൽ കളറായി മാറും, പെയിൽ വൈറ്റ് കളറായി മാറും. അപ്പോൾ അതാണ് കറക്റ്റ് പരുവം. അപ്പോൾ ആ സമയത്ത് നമ്മൾ 1 കപ്പ് ഓയിലും 1 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചില റെസിപ്പിയിലൊക്കെ ഓയിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഷുഗർ ഓയിലിനകത്ത് ഡിസോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ എപ്പോഴും ഈ മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഷുഗർ, എഗ് ഇതെല്ലാം കൂടി നല്ലോണം ബീറ്റ് ചെയ്ത ശേഷം ഓയിൽ ചേർക്കുക. അങ്ങനെ ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഷുഗർ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് വേഗം മിക്സായി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ്സ് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കിത് നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു 2-3 സ്പൂൺസ് അറ്റ് എ ടൈം വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ വളരെ സ്ലോയിലേ ഇത് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. നമ്മൾ വളരെ സ്പീഡിലിട്ട് ഹെവി മിക്സിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ വളരെ സ്ലോയിൽ മാത്രം ചെയ്യുക, കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. പക്ഷേ അപ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. അതർവൈസ് നമ്മുടെ കേക്ക് ഭയങ്കര ഡെൻസായിട്ട് മാറും, ഭയങ്കര കട്ടിയുള്ള കേക്കായിട്ട് മാറും. അപ്പം നമുക്ക് കുറച്ചൊരു സോഫ്റ്റായിട്ട് ആ കേക്ക് റിയൽ കേക്ക് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം എടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഫ്ലവറും മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ നോട്ട് ടു തിക്ക്, ഒരുപാട് തിക്കല്ല, പക്ഷെ ടു തിന്നും അല്ല കേട്ടോ. അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു കേക്ക് ബേക്കിംഗ് മോൾഡിലേക്ക് മാറ്റാം. എൻ്റെ കയ്യിലുള്ളത് 2 ലോഫ്
പേപ്പർ മോൾഡാണ്. അപ്പം ഞാൻ അതിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് പറയാൻ പോവാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ കേക്ക് ഇങ്ങനെ ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ക്രാക്ക് വീഴുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്രാക്ക് വീഴുന്നതെന്ന് വെച്ചാൽ ഈ ഡെൻസ് ആയിട്ടുള്ള കേക്ക്, അതായത് പൗണ്ട് കേക്ക് പോലെയുള്ള ഡെൻസ് ആയിട്ടുള്ള കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ പാർട്ടാണ് ആദ്യം ബേക്ക് ആവുന്നത്. ഇൻറ്റീരിയർ പാർട്ട് അപ്പോഴും മോയിസ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഇൻറ്റീരിയർ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് റിലീസ് ആവുന്ന മോയ്സ്ചർ പുറത്തേക്ക് വരുന്നതാണ് ഈ മേളിലൊരു ക്രാക്ക് ഉണ്ടാക്കിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ ക്രാക്ക് വരാൻ കാര്യം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ക്രാക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ ഭയങ്കര കാണാനൊരു ഭംഗിയില്ലാത്ത രീതിയിലായിരിക്കും ക്രാക്ക് വരുന്നത്. അപ്പോൾ ഈ ക്രാക്ക് ഭംഗിയുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ആ പൗണ്ട് കേക്ക് ബാറ്ററിൻ്റെ നടുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ മോയ്സ്ചർ അതുവഴി റിലീസ് ആയിക്കോളും. ഒരു ഭംഗിയുള്ള ക്രാക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു 40 മിനിറ്റ്സ് എടുത്തു ഈ കേക്ക് ബേക്ക് ആവാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ. അപ്പം നമ്മുടെ ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് കളർ, ഇറ്റ്സ് സോ ഓറഞ്ചി ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഈ കേക്ക് കണ്ടപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ എങ്ങനെയാണോ എക്സ്പെക്റ്റ് ചെയ്തത് എനിക്ക് അതുപോലെ തന്നെ ആ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് സ്ലൈറ്റ്ലി വാം ആയിരിക്കുമ്പോൾ തന്നെ ഡീമോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഭയങ്കര ചൂടിൽ ഡീമോൾഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. സ്ലൈറ്റ്ലി അത് തണുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ആ മോൾഡിൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി 2 കേക്കും ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റും മിൽക്കും കൂടി ചേർന്നുള്ളൊരു ഗ്ലേസിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഇത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇതിൻ്റെ വീഡിയോ, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ്, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ആഡ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്താലും മതി. മെൽറ്റ് ചെയ്ത ശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്ത് ലംസ് ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. സെക്കൻഡ് മെത്തേഡ്, നമുക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പിൽ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റിയാണെന്ന് തോന്നുന്നു ഈ കേക്ക് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ഓൾറെഡി. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് മെൽറ്റ് ഇൻ ദ മൗത്ത് എന്ന് പറയില്ലേ, അത്ര ഫ്ലേവർഫുള്ളാണ്. ഓറഞ്ചിൻ്റെ ആ ഫ്ലേവറൊക്കെ നല്ലോണം ഈ കേക്കിനകത്തുണ്ട്. ഇപ്പോൾ ഓറഞ്ച് സീസണാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.